രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മാസം 21 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. സത്യം എന്നത് അതെത്ര കുഴിച്ചിട്ടാലും അത് മറനീക്കി പുറത്തു വരുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്, അല്ലേ? കോടതിക്ക് പോലും രാഹുൽ കുറ്റക്കാരനല്ല എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് കോടതി പോലും ഈ ഒരു കേസ് മുഖവിലക്കെടുക്കാത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പരാതിക്കാരിയുടെ ഹസ്ബൻഡ്, പരാതിക്കാരിയുടെ അതിജീവിതയായിട്ടുള്ള പരാതിക്കാരി എന്ന് പറഞ്ഞപ്പം അതിജീവിത ഇപ്പോൾ പരാതിക്കാരിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരി എന്ന് പറഞ്ഞത്. അതിജീവിത ഇപ്പോൾ പരാതിക്കാരിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ അതിജീവിത എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും എതിരെ പരാതി കൊടുത്തു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട്. പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? പാർട്ടി പുല്ലുവില കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ രാഹുലിനെതിരെ ഒന്ന് ചോദിക്കുക പോലും, രാഹുലിൻ്റെ അടുത്ത് ഈ എന്താണിത് വിഷയമെന്ന് ചോദിക്കുക പോലും കൂട്ടാക്കാതെ പാർട്ടി പുല്ലുവില പോലെ ഇല്ലേ രാഹുലിനെ പുറത്താക്കിയത്, അല്ലേ? ഇല്ല, കരിയെ വലിച്ചെറിയുന്ന പോലെയാണ് രാഹുലിനെ പുറത്താക്കിയത്. പാർട്ടിക്ക് പുറത്താക്കാൻ പറ്റും, പക്ഷെ രാഹുലിനെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ. അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മളെ കൊക്കാച്ചിയും ടീമും കൂടെ ചേർന്ന് കളിച്ചൊരു നാറിയ കളിയാണെന്ന്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കളിച്ച നാറിയ കളിയാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ടും ആ കൊക്കാച്ചിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം FBയിലിട്ട പോസ്റ്റ്, സതീശിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടു കാണും, അല്ലേ? അതാണ് സ്വന്തം പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും, സ്വന്തം പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരോടുള്ള സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും അതിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഈ ചതീച്ചനൊക്കെ എന്താണ് ചെയ്തത്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ചതീച്ചൻ പേരിൽ തന്നെ ഉണ്ട് എല്ലാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു ആരോപണം വന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു മുതിർന്ന നേതാവും ഇതിനെതിരെ രാഹുലിൻ്റെ അടുത്ത് എന്താന്ന് പോലും ഒന്ന് ചോദിക്കാതെയാണ്, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പോലും രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞില്ല. വാർത്താ ചാനലുകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം വരെ അറിഞ്ഞത് തന്നെ പാർട്ടിയിൽ നിന്നും MLA സ്ഥാനത്ത് നിന്നും പാർട്ടി പുറത്താക്കിയെന്ന് തന്നെ. അപ്പം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഭരണപക്ഷത്തും അതുപോലെ പ്രതിപക്ഷത്തും ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ കിളവന്മാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാറിയ കളിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. തന്നെക്കാലം വളർന്നു പോയാൽ അത് തൻ്റെ കസേരയെ അല്ലെങ്കിൽ തൻ്റെ സീറ്റിനെ അത് ദോഷം ചെയ്യുമെന്ന് പേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. ഇപ്പം നമ്മളെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്തോ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു മാവോ പ്ലാവോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മണ്ട പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ, നല്ല തഴച്ച് വളർന്നു വരുന്ന ആ ഒരു വൃക്ഷത്തിൻ്റെ മണ്ട കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ വൃക്ഷത്തിന് എന്ത് സംഭവിക്കും? ആ വൃക്ഷം പിന്നെ വളരത്തില്ല. അതുപോലെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും. ഉയരങ്ങളിലേക്ക് കയറി പോകും എന്ന് തോന്നിയ രാഹുലിനെ, തൻ്റെ കസേരയെക്കാളും മേലോട്ട് കയറി പോകും എന്ന് തോന്നിയ രാഹുലിനെ മുളയിലേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. അതുമാത്രം അതിൻ്റെ തെളിവാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും രാഹുലിൻ്റെ അറസ്റ്റ് കോടതി 21-ാം തീയതി വരെ മാറ്റിവെച്ചു. രാഹുലിനെ ഒന്നും ചെയ്യത്തില്ല, ഇതുപോലെ നീട്ടിക്കൊണ്ട് പോകത്ത് മാത്രമേ ഉള്ളൂ. എത്ര കള്ളക്കേസ് കൊണ്ടുവന്നാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രാഹുലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതിനൊരു സംശയമില്ല. എന്തായാലും ആ വാർത്തയൊന്ന് കാണാം. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഈ മാസം 21 വരെ കോടതി നീട്ടി. മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു. ജാമ്യ ഹർജിയെ എതിർത്ത് അതിജീവിത മറുപടി സത്യവാങ്മൂലം നൽകും. അഹമ്മദ് മുസ്തബ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹൈക്കോടതിയിലെ ഈ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഈ മാസം 21 വരെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടയാം എന്നതാണ് കോടതിയിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. ആ നിലയ്ക്ക് 21 വരെ ഒളിവിൽ പോകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അറസ്റ്റ് തടയുന്ന ഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ അറസ്റ്റിനെ തടസ്സമില്ല എന്ന് കോടതി പറഞ്ഞ ഘട്ടത്തിലെല്ലാം അദ്ദേഹം ഒളിവിൽ പോകുന്നതായിരുന്നു സ്വീകരിച്ചു വന്ന ഒരു നിലയെങ്കിൽ ഇനി 21 വരെ അദ്ദേഹത്തിന് ഒളിവിൽ പോവേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇത് രാഷ്ട്രീയ വേട്ടയാടൽ തന്നെയാണെന്ന് 100% കോടതിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കോടതി ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, അവസാനം കോടതി തന്നെ ഇത് എഴുതി തള്ളും. ഈ കോടതിയിൽ പരാതി കൊടുത്തിട്ടുള്ള ഈ അതിജീവിതയ്ക്കും അതിജീവിതയുടെ ഭർത്താവായിട്ടുള്ള ഈ വ്യക്തിക്കുമെതിരെ അവസാനം കോടതി തന്നെ തക്കതായിട്ടുള്ള താക്കീത് നൽകിവിടും. നിങ്ങൾ നോക്കിക്കോ.
കരുണാകരൻ പാർട്ടി വിട്ടിട്ടുള്ള കരുണാകരൻ പോയപ്പം പോലും ജനങ്ങൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന ആദർശം കൊണ്ട് നടക്കുന്ന ജനങ്ങൾക്ക് ഇത്രയും അരിശം വന്നിട്ടില്ല. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു കള്ളക്കേസിൽ പെടുത്തിയപ്പോൾ അന്ന് കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ പോലും ജനങ്ങൾക്ക് ഇത്രയും ദേഷ്യം വന്നിട്ടില്ല. അത്രയ്ക്കും ദേഷ്യമാണിപ്പം ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ്സിലെ കിളവന്മാരോട് ജനങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? ഈ ഒരു കള്ളക്കേസിൻ്റെ പേരിൽ രാഹുലിനോട് ഒരു വാക്ക് പോലും ചോദിക്കുക പോലും ചെയ്യാതെയാണ് പാർട്ടിയിൽ നിന്ന് പോലും MLA സ്ഥാനത്ത് നിന്ന് പോലും പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കഷ്ടപ്പെട്ട ഒരു വളർന്നു വരുന്ന ഒരു നേതാവിനെ ഒരു നിമിഷ നേരം കൊണ്ട് പറിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്ത് കിട്ടി? കിട്ടാൻ പോകുന്നേ ഉള്ളൂ. 2026 ഇലക്ഷനിൽ നിയമസഭയുടെ പണി പോലും കാണാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ. ഇപ്പം കണ്ടില്ലേ, പാലക്കാട് സന്ദീപ് വാര്യർ വരുന്നെന്ന് പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട് രമേശ് പിഷാരടിയെ കൊണ്ട് നിർത്തുമെന്ന് പറയുന്നുണ്ട്. ഇനി ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും അവിടെ രാഹുൽ അല്ലാതെ വേറെ ഒരാളും ജയിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് രാഹുലിൻ്റെ അനുവാദമില്ലാതെ ഞാൻ മത്സരിക്കത്തില്ല, പാർട്ടി പറഞ്ഞാലും രാഹുൽ പറഞ്ഞാലും മാത്രമേ ഞാൻ മത്സരിക്കൂ എന്നാണ് ഈ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പറഞ്ഞത്. എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, പാർട്ടി പറയുന്നത് അത് എവിടെ നിൽക്കാൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്നാണ്. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ പിണക്കിയിട്ട് ഈ പാലക്കാട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല. പാലക്കാട് രാഹുൽ തന്നെ നിന്നാലും ജയിക്കും, അല്ലാതെ വേറെ ഒരാളും ജയിക്കത്തില്ല. ഷാഫി പറമ്പിൽ നിന്നിട്ട് എത്ര വോട്ടിനാണ് ജയിച്ചത്? ഷാഫിയെ കടത്തി വെട്ടിയിട്ടാണ് രാഹുൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. ഷാഫിയെക്കാളും എത്രയോ ശക്തിയോടു കൂടിയാണ് രാഹുൽ കയറി വന്നത്. അതും കൂടെ മനസ്സിലാക്കണം. പിണറായിക്ക് പാലക്കാട് BJPയുടെ കയ്യിൽ കൊടുക്കാനാണ് പിണറായിക്ക് താല്പര്യമെങ്കിൽ കൊടുക്കട്ടെ. രാഹുലിനെ പോലൊരു നല്ലൊരു നേതാവിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്ന് ഒതുക്കിയിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ? ഇന്ന് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സന്ദീപ് വാര്യരുടെ പേര് പാലക്കാട് സജീവമായി പരിഗണിക്കുന്നു എന്ന് പറയുന്നു. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി എവിടെയാണോ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്, എവിടെയാണോ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. സന്ദീപ് കട്ടവേട്ട് കാണുന്നത് പാലക്കാട് എന്റെ ജില്ലയാണ്, എന്റെ നാടാണ്. പാലക്കാട് ഏത് മണ്ഡലമാണെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ കേരളത്തിൽ എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന, രാഹുലിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ പിണക്കിയിട്ട് ഈ സന്ദീപ് വാര്യർക്കല്ല ആരായാലും, സന്ദീപ് എന്നല്ല ആരായാലും പാലക്കാട് മത്സരിച്ച് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. ജനങ്ങൾ അവരെ ഏറ്റെടുക്കത്തേയില്ല. CPM-നെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് CPM-നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കെണിയിൽപ്പെടുത്തിയ കോൺഗ്രസിലുള്ള മറ്റ് നേതാക്കന്മാരോടുള്ള ദേഷ്യം കാരണമാണ്. ജനങ്ങൾ അതുകൊണ്ടാണ്, നിങ്ങൾ നോക്കിക്കോ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ അവിടെ നിർത്തുവാണെങ്കിൽ അപ്പോൾ ജനങ്ങൾ അവിടെ മറുപടി കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, ആ മറുപടി കൊടുക്കുന്നത് ഈ നാട് നന്നാവണം, അല്ലെങ്കിൽ ഈ നാട് അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 5 കൊല്ലത്തേക്ക് നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ട്, നന്നായി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിയിൽപ്പെടുത്തിയ ഈ ചതിയന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാദ്യം മനസ്സിലാക്കുക. രാഹുൽ വളർന്നു വന്നാൽ പാർട്ടിയിലുള്ള പല ആളുകൾക്കും അത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് രാഹുൽ എന്ന ഒറ്റക്കൊമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും ജനങ്ങളെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ഒരു ജനനായകൻ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടത്തിന് മുളയിലേ നുള്ളിക്കളയാൻ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ചെയ്ത പരിപാടിയാണ്. ഇപ്പോൾ പുനർജനി കേസുമായിട്ട് രാഹുലിനെ പുറത്താക്കാൻ കാണിച്ച ആ ഒരു ശുഷ്കാന്തി, എന്തുകൊണ്ട് പുനർജനി കേസിൽ കോക്കാച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നില്ല? ജനങ്ങളുടെ പൈസ കൊണ്ട് തട്ടിപ്പ് നടത്തിയ പുനർജനി കേസിലെ തെളിവുകൾ വരെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടി അതിനൊരു തീരുമാനമെടുക്കുന്നില്ല? അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വളർന്നു വരുന്ന രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കി കെട്ടിച്ചമച്ച
കള്ളക്കഥകളാണെന്ന്, പൈസ കൊടുത്ത ആളെ ഇറക്കിയ പരിപാടിയാണെന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പാലക്കാട് ഇന്നും ജനങ്ങൾ രാഹുലിന് സപ്പോർട്ടാണ്. എന്തുകൊണ്ട് അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ടത് പാർട്ടി മനസ്സിലാക്കി രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല? ഒരു തെളിവുമില്ലാഞ്ഞിട്ട് പോലും. രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി പോലും പറയുന്നില്ല, കോടതിയിൽ പോലും തെളിവില്ല. എന്നിട്ട് പോലും എന്തുകൊണ്ട് രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല? എന്തുകൊണ്ട് പാലക്കാട് മത്സരിപ്പിക്കുന്നില്ല? അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ പദവിയെയും നശിപ്പിക്കുക, അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു ഭീഷണിയാണ് എന്ന് മറ്റു പലരും ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് രാഹുലിനെ മനഃപൂർവ്വം ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി കളയുന്നത് തന്നെ. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണല്ലോ അന്ന് അതിജീവിത പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് കള്ളമാണെന്ന് വീണ്ടും വീണ്ടും അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നത്. വർഷങ്ങളോളം സ്നേഹിച്ച് കിട്ടിയ ഒരാളെ വെറും 4 ദിവസം കൊണ്ട് തള്ളിക്കളയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് കുടുംബജീവിതം അവസാനിപ്പിച്ച് പോയി എന്ന് പറയണമെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ എന്താണ് പറയുന്നത്? ഇപ്പോഴും കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണെന്ന് അല്ലേ? ഇതൊക്കെ എവിടെ നിന്നൊക്കെ പൈസ കിട്ടിയെന്നും ഇതൊക്കെ എത്ര രൂപ കൊടുത്തെന്നും ഇതൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതിന് ചിന്തിച്ചെടുക്കാന്നേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പം ഇതുപോലെ പൊങ്ങി വരുന്ന ഓരോരോ പെണ്ണ് കേസുകൾ. കാരണം ഏതൊരു രാഷ്ട്രീയക്കാരനെയും തകർക്കാൻ ഒരു പെണ്ണ് കേസ് എടുത്തിട്ടാൽ മതിയെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇല്ലേ? അതുകൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത്, രാഹുലിനെ പിന്തുണച്ച് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും സാധാരണക്കാരായിട്ടുള്ള ആളുകളും എല്ലാവരും എപ്പോഴും ഉണ്ടാവും. രാഹുൽ ഇനി സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എവിടെ നിന്നാലും അത് ജയിച്ചിരിക്കും. കാരണം രാഹുൽ എന്ന ഒരു പ്രവർത്തകനെ, ജനനായകനെ ഇനിയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനിയുള്ള തലമുറയ്ക്ക് അതാണ് വേണ്ടത്. അല്ലാതെ കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്ന കുറേ കിളവന്മാരെ പിടിച്ച് കസേര മാത്രം മോഹിച്ച് നടക്കുന്ന ഈ കിളവന്മാരെയൊക്കെ ആർക്ക് വേണം? കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ അടപ്പടലം, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?